നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. വിർജീനിയയിലെ ലൗഡൻ കൗണ്ടിയിൽ നിന്നുള്ള 20-കാരിയായ സുദീക്ഷ കോനങ്കിയെ കാണാതായിട്ട് 6 ദിവസമായി. ഇതുവരെയും ആ കുട്ടിയെപ്പറ്റി ഒരു വിവരവുമില്ല. യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗിൽ വിദ്യാർത്ഥി അതിന് അവിടെ ഉപരിപഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പം ആ കുട്ടിയും അഞ്ച് പെൺ സുഹൃത്തുക്കളും കൂടി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻഡക്കാനായിൽ പോയതാണ്. നമുക്കെല്ലാം സുപരിചിതമാണ്. ഫോമ കൺവെൻഷൻ അവിടെ വെച്ചാണ് നടന്നത്. പക്ഷേ ഹോട്ടൽ വേറൊന്നായിരുന്നു എന്ന് മാത്രം. ഇത് റിയു എന്ന് പറഞ്ഞ വേറൊരു ഹോട്ടൽ, അവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ഹോട്ടലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അപ്പം അവിടെയൊക്കെ പോയവർക്ക് നമുക്കറിയാം 5 സ്റ്റാർ ഹോട്ടൽ ആണെന്നൊക്കെ പറഞ്ഞാലും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ആ ഫെസിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റവും അവിടുത്തെ എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നാൽ കിട്ടുന്ന സഹായവും ഒക്കെ പരിമിതമാണ്. തേർഡ് വേൾഡ് കൺട്രി പോലെ തന്നെയാണ് ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും അതുപോലെയുള്ള സ്ഥലങ്ങളും കരീബിയൻ രാജ്യങ്ങൾ പലതും എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു സംഗതി. അപ്പോൾ ഈ കുട്ടിയും 5 പെൺ സുഹൃത്തുക്കൾക്ക് ഒപ്പം പോയി. ഇങ്ങനെ നമുക്കറിയാം, അമേരിക്കയിലെ മാതാപിതാക്കൾക്കറിയാം, കുട്ടികൾ ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവരെ കൂട്ടുകാരൊത്ത് ലോകപര്യടനം നടത്തുന്ന കുട്ടികളാണ് ഇവിടെയുള്ള മിക്ക കുട്ടികളും. ഇതിൽ സുദീക്ഷ ഇപ്പോഴും ഇന്ത്യൻ സിറ്റിസനാണ്. എന്തുകൊണ്ടാണോ അവർ ഗ്രീൻ കാർഡ് മാത്രമേ ഉള്ളായിരിക്കും, എന്തുകൊണ്ടാണോ പൗരത്വം എടുത്തിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ വളർന്നതായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള യാത്രകൾ, ഒറ്റയ്ക്കുള്ള യാത്രകൾ, കൂട്ടുകാരികളുമൊത്ത് ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുന്നത്. അപ്പം അത് പതിവ് ഒരു കാര്യമാണ്. നമ്മളെല്ലാ മാതാപിതാക്കളും കാണുന്നതാണ്. അവരെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അവർ പോകണം, ലോകം കാണണം, അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റം അല്ലല്ലോ ഇവിടെയുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ആ കുട്ടി കൂട്ടുകാരോടൊത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ രാത്രി മുഴുവൻ പാർട്ടിയും ഒക്കെയാണ്. അതിനുശേഷം പുലർച്ചെ ഒരു 4 മണി ആയപ്പോഴത്തേക്ക് 4-4:30 ആയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയി. അവരുടെ കൂടെ വേറെ ഒരു 6 അംഗ സംഘം കൂടി അവരുടെ കൂടെ ചേർന്നു. ഇവരെല്ലാവരും കൂടെ ബീച്ചിൽ പോയിട്ട് 6 മണിയോടുകൂടി സുദീക്ഷയും ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു യുവാവും ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചു പോകുന്നു. അയോവ സ്വദേശി ഒരു ജോഷുവ റീബ് എന്ന് പറഞ്ഞ 24-കാരൻ, ഇവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചു പോകുന്നതായിട്ട് അവിടെ ക്യാമറയിലുണ്ട്. പിന്നെ വൈകിട്ട് ഒരു 4 മണി ആയപ്പോഴാണ് കൂട്ടുകാരികൾ അന്വേഷിക്കുന്നത് സുദീക്ഷ എവിടെയെന്ന്. അന്നേരമാണ് അവർ മനസ്സിലാകുന്നത് സുദീക്ഷ തിരിച്ചു വന്നിട്ടില്ല എന്ന്. അന്നേരമാണ് അന്വേഷണമൊക്കെ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ പയ്യനെ, ആ ചെറുപ്പക്കാരനെ, 23-24 വയസ്സുള്ള റീബിനെ, അയാൾ അമേരിക്കൻ സിറ്റിസനാണ്. അയാളെ ഒരു പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് വെള്ളത്തിലിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കള്ളടിച്ച് പൂസാണല്ലോ, തിരിച്ചിങ്ങോട്ട് വന്നു. അവിടെ ബീച്ചിൽ കിടന്ന് അങ്ങ് പാസ്ഡ് ഔട്ട് ആയിപ്പോയി, അങ്ങ് ബോധം കെട്ടങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഉണർന്നപ്പം സുദീക്ഷയെ കാണുന്നില്ല. ഇങ്ങനെയാണ് അയാൾ പറയുന്നത്. അപ്പം എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരിക്കാമെന്നുള്ള ഒരു ഭീതിയിലാണ് പോലീസിൻ്റെ ഒരു സ്ഥിതി. അവിടുത്തെ പോലീസും ഇവിടുത്തെ പോലീസും. പക്ഷേ ഇവിടുത്തെ പോലീസ് വളരെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. FBI-യും ലൗഡൻ കൗണ്ടി പോലീസും ഒക്കെ വളരെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിരിക്കാമെന്നാണ് സുദീക്ഷയുടെ പേരൻസ് പറയുന്നത്. അതുകൊണ്ട് ശക്തമായ അന്വേഷണം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്, FBI ഒക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താനില്ല. മാതാപിതാക്കൾ തീർച്ചയായിട്ടും അവസാന നിമിഷം വരെ ആ പ്രതീക്ഷ പുലർത്തുമല്ലോ. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ആകപ്പാടെ ഈ ബീച്ചിനെ പറ്റി പറയുന്ന ഈ ബീച്ചിൽ ഈ വർഷം അതായത് 2 മാസമേ ഉള്ളൂ, അതിനകം തന്നെ 3 പേർ അവിടെ മുങ്ങി മരിച്ചു. അതിൽ ഒരാളുടെ ഡെഡ് ബോഡി മാത്രമാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇതേ ബീച്ചിൽ വെച്ച് 2015 ഫിലഡൽഫിയയിൽ നിന്ന് പോയൊരു ഒരു ഫാമിലി 4 പേര്, ഇന്ത്യൻ ഫാമിലി 4 പേരാണ് മരിച്ചത്. അതായത് വിവാഹിതയായ, അടുത്തിടയ്ക്ക് ആ സമയത്ത് വിവാഹിതയായ കാജൽ എന്ന് പറയുന്നൊരു യുവതി. അപ്പോൾ അവർ കടലിലിറങ്ങി എന്തോ അവർക്ക് തിരിച്ചു കയറാൻ ബുദ്ധിമുട്ട് ഉള്ളതുപോലെ കണ്ടു. ഉടനെ അവരുടെ ഭർത്താവ്, കല്യാണം കഴിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല, ഭർത്താവ് ഉടനെ നീന്തി ചെന്നു. അയാളും അപകടസ്ഥിതിയിലാണെന്ന് കണ്ടപ്പോഴത്തേക്ക് 2 കസിൻസ് ഉണ്ട്, അവർ ബ്രദേഴ്സാണ്. അവർ നീന്തി ചെന്നു. ആ 4 പേരും അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്തത്. 2015 നടന്ന സംഭവമാണ്. ഇപ്പം പത്രത്തിൽ കണ്ടതാണ്.
അപ്പോൾ ഇങ്ങനെ ഒക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കുള്ള വാണിങ്ങോ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള സൗകര്യങ്ങളോ ആ, ഒന്നും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഒരു തേർഡ് വേൾഡ് കൺട്രി പോലെ തന്നെയാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ഒക്കെ പോക്ക്. അല്ലാതെ വലിയൊരു പുരോഗതി ഈ സൗത്ത് അമേരിക്കയാണെങ്കിൽ കൂടി ആ ഒരു പുരോഗതി, അമേരിക്ക പോലെയുള്ള ഒരു പുരോഗതി ഒന്നും പിന്നെ കാണുന്ന സ്ഥലമല്ല. അവിടെ അതിന് സുരക്ഷിതത്വ മാർഗനിർദ്ദേശങ്ങളൊന്നും വേണ്ട പോലെ ഇല്ലതാനും. ഇതിലാകപ്പാടെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പോലീസും FBI ഒക്കെ അന്വേഷണം നടത്തുന്നു. അവിടുത്തെ പോലീസും അന്വേഷണം നടത്തുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ തന്നെ. നമ്മളവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവർ പിന്നെ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇപ്പോഴും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്കയിലാണെങ്കിലും. അതിനു പുറമേ വേറൊരു കാര്യം കൂടി, ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും CNN അടക്കം സകല മാധ്യമങ്ങളും ഇതിന് വളരെ പ്രാധാന്യത്തോടെ കുറേ ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോയി. ഇവിടുത്തെ മാധ്യമങ്ങൾ പിന്നെ നമ്മുടെ ഒരു ഇന്ത്യക്കാരി പെണ്ണാണ്, ഇന്ത്യൻ പൗരത്വമുള്ള ഒരു പെണ്ണാണ്, ഗ്രീൻ കാർഡ് ഉണ്ടായിരിക്കും, എന്നാൽ പോലും എന്നിട്ട് പോലും അവരെ അവഗണിക്കാനല്ല നോക്കുന്നത്. അത് ശരിക്കും ഒരു അമേരിക്കൻ ട്രാജഡി ആയിട്ട് അവർ കണക്കാക്കുന്നു. അവർ കഴിയുന്നത്ര അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ഈ 5-6 ദിവസം കഴിഞ്ഞിട്ടും അതിപ്പോഴും ജനശ്രദ്ധയിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ പിന്നെ വലിയ കാര്യമെന്ന് നമുക്ക് പറയാവുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും, പിന്നെ ഈ ഇവിടുത്തെ ചാനലുകളും അതുപോലെ തന്നെ പത്രങ്ങളും എല്ലാം അത് ഒരു നാഷണൽ ന്യൂസായിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നു, അതിനെ കാര്യം ചെയ്യുന്നു. വസ്തം പറഞ്ഞാൽ എത്രയോ സന്തോഷകരമായൊരു കാര്യമാണ്. ഈ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു കഴിഞ്ഞു. 2 ദിവസം തന്നെ നിൽക്കത്തില്ല. പിന്നെ ആ കാര്യമേ വിട്ടുകളഞ്ഞു, പുതിയ കാര്യത്തിൻ്റെ പുറകെ പോകും. ഇവിടെ അതല്ല, ഈ കാര്യം ഇപ്പോഴും അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു അവസാനമാകുന്നത് വരെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നേഴ്സിനെ ആക്രമിച്ച സംഭവം ഉണ്ടായി ഫ്ലോറിഡയിൽ. അത് പാം ബീച്ചിൽ വാസം പറഞ്ഞാൽ അത് പിന്നെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ലോക്കൽ മീഡിയ, ലോക്കൽ ചാനലുകൾ എത്ര ഭംഗിയായിട്ടാണ് എത്രയോ ദിവസങ്ങളോളം അത് അവർ വിവിധ ആംഗിളുകളിൽ നിന്ന്, വിവിധ ദിശകളിൽ നിന്ന് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു. ഒരു ഇന്ത്യക്കാരിയാണ്, അവർക്ക് 2 തല്ല് കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്നല്ല ചിന്തിച്ചത് മാധ്യമങ്ങൾ. അവരതിൻ്റെ ആ ഗ്രാവിറ്റി, അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കുകയും അത് വ്യക്തമായും കൃത്യമായും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അമേരിക്കൻ മാധ്യമങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ നന്ദിയോടെ കാണേണ്ടതാണ്. ഇവിടെ പിന്നെ ഒരു വ്യത്യാസമോ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനമോ അവിടെ ഉണ്ടാവുന്നില്ല. വാർത്ത എന്നാൽ വാർത്തയാണ്, അല്ലാതെ അത് ആര് എന്നുള്ളത് അവർ നോക്കുന്നില്ല. അപ്പോൾ എന്തൊരു നല്ല കാര്യമാണതെന്ന്, അതാണ് ഈ രംഗത്ത് ഈ സംഭവത്തിലെ ഒരു രജതരേഖയായിട്ട് ഞാൻ കാണുന്നത്. ബാക്കി ആ കുടുംബത്തിനും ആ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കും പിന്നെ മറ്റ് ബന്ധുക്കൾക്കുമെല്ലാം നമ്മുടെ ദുഃഖം അറിയിക്കുക എന്നല്ലാതെ നമ്മളെ കൊണ്ട് യാതൊന്നും കഴിയില്ല. കുട്ടിയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.